ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജർമ്മനിയിലോട്ട് ഇനി തൊട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുപോലെ തന്നെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണോ? ഇന്ത്യൻസിന് അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാനിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയിലോട്ട് ഇനി വന്നിട്ട് കാര്യമുണ്ടോ അത് വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെയും അതുപോലെ തന്നെ ചേട്ടൻ്റെയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ അവരുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും എല്ലാ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ജർമ്മനിയിലേക്ക് നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടിയ ഒരു അവസരം കിട്ടി നിൽക്കാന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഇവിടെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇനി ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോഴും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. പ്രത്യേകം എടുത്തു പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡിലും IT ഫീൽഡിലൊക്കെ ഇപ്പോഴും ഇവിടെ ഒരുപാട് പേരാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലിപ്പോൾ 2 ദിവസം മുന്നേ വരെ ഇവിടെ ഒരു IT ഫീൽഡിൽ വന്നിട്ട് ഒരു ചേട്ടൻ ഇവിടെ എത്തിയത് വരെ നമ്മൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത്, നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ജർമ്മനിയിൽ വന്ന് കെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കരുത്. ഇപ്പോൾ 2024 തൊട്ട് ഇവിടെ ഇപ്പോൾ ഒത്തിരി റെഫ്യൂജീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കാര്യമില്ല, ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അങ്ങനെയൊക്കെ പലവരും നമ്മുടെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമുക്കിവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണേന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ സെക്ഷനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം നമുക്ക് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാരന് ആവശ്യമുള്ള ഫീൽഡ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗിൻ്റെ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണോ എന്ന് ചോദിച്ചു. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്യണ ഒരു വാർത്ത ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. അതങ്ങനെ പെട്ടെന്നൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ നഴ്സുമാരുടെ ഷോർട്ടേജ് കാരണം കൊണ്ട് പല ബ്ലോക്കുകളെല്ലാം അടച്ചിട്ട കാര്യങ്ങൾ വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നഴ്സുമാരില്ലാത്തതിൻ്റെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാരണമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഇപ്പോൾ ഒരു 2-3 വർഷമല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇവിടെ എന്തായാലും പഠിച്ചു കഴിഞ്ഞ് പാസ്സാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ജോലി കിട്ടാതിരിക്കില്ല. അത്രയ്ക്കും ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരണം അവർ എൻ്റെ അടുത്ത് മെയിനായിട്ട് ചോദിക്കണ ക്വസ്റ്റ്യൻ, ഞാൻ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ജോലി കിട്ടുമെന്നുള്ളതാണ്. അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജയിക്കുകയാണെങ്കിൽ കിട്ടും, അല്ലാതെ നമ്മൾ ഇവിടെ വന്ന് നഴ്സിംഗ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അതിന് നമ്മൾ ഭാഷ പഠിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഈ നഴ്സിംഗ് പാസ്സാവണം. ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. പഠിച്ചു കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഇവിടെ ഒരു ജോബ് കിട്ടുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കിതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത്, അവിടെ നിന്ന് വരുന്ന കുട്ടികളുണ്ടല്ലോ, ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എല്ലാവരും പോകുന്നുണ്ട്. അതുപോലെ ജർമ്മനിയിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടും ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്ന് ഇവിടെ സെറ്റിൽ ആവാന്നുള്ളത് അത് നമുക്ക് മനസ്സിൽ ഒരു എന്താ പറയുക ഇഷ്ടത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയിട്ടും എനിക്ക് ആ പ്രൊഫഷൻ കുഴപ്പമില്ല, നഴ്സിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് തയ്യാറായിട്ടുള്ള അതിന് മനസ്സുകൊണ്ട് തൃപ്തിയായിട്ടുള്ള ആൾക്കാർ അതെടുത്തിട്ട് വരികയായിരിക്കും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ ജർമ്മനിയിൽ എത്തിപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് വന്നിട്ട് നമ്മളിവിടെ എടുത്ത് പഠിക്കണേക്കാട്ടും നല്ലത് നമ്മൾ ഇഷ്ടമുള്ളൊരു കോഴ്സ് എടുത്ത് വരികയായിരിക്കും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഭാവിയിലായാലും പഠിക്കുമ്പോഴായാലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പിന്നെ ഇവിടെ വന്ന് ഇഷ്ടപ്പെടാഞ്ഞിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയൊന്നും വരരുതല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം അത് മനസ്സിലാക്കിയിട്ട് വരിക. അതുപോലെ തന്നെ ജോബ് കിട്ടാനും നല്ല അടിപൊളി കോഴ്സാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 വർഷമായിട്ടുള്ളത് തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഇവർക്ക് ഇത് ഇത്രയും കുട്ടികളൊക്കെ മതി, അല്ലെങ്കിൽ ഇവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫൊക്കെ ആയി എല്ലാം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരിത് ഭാവിയിൽ നിർത്താനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല താല്പര്യമുള്ള കുട്ടികളാണ് നഴ്സിങ്ങിന് പോകണം, നല്ല താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുത്ത് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും എടുത്തിട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കാം.
അവരുടെ കാര്യം ഞാൻ പറയുമ്പോൾ അവരെൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിക്കാറുള്ളത് ഇതുപോലെ തന്നെ ഈ കോഴ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമോ, അതുപോലെ ഇന്ന കോഴ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമോ. ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അവർക്ക് ഈ കോഴ്സിനെ കുറിച്ച്, ചില കുട്ടികൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് ചില എന്താ പറയുക, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആ കോഴ്സ് കേൾക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താണ് ഇങ്ങനെ, ചേച്ചി ആ കോഴ്സ് നല്ലതാണോ അല്ലെങ്കിൽ ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ സ്വന്തമായിട്ട് അന്വേഷിച്ചില്ലെന്ന് ഞാൻ പല സമയത്തും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കുട്ടി ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ആൾ വേറൊരു കോഴ്സിന് വേണ്ടിയിട്ടാണ് ഏജൻസിനെ പോയിട്ട് സമീപിച്ചത്. അപ്പോൾ ഏജൻസിക്കാർ ആ കുട്ടിയോട് പറഞ്ഞു ഞങ്ങൾ അത് ചെയ്യണില്ല എന്നല്ല, ഈ പറഞ്ഞ കോഴ്സല്ല, അതിനെക്കാട്ടും നല്ല കോഴ്സ് ഇന്ന കോഴ്സാന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കോഴ്സ് ആ കുട്ടീനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഏജൻസിക്കാർ. അപ്പോൾ അവർ ആ കോഴ്സാണ് ആ കോഴ്സാണ് ചെയ്തു കൊടുക്കുന്നത് ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ എങ്ങനെയെങ്കിലും, ചില കുട്ടികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടണം, ഒന്ന് രക്ഷപ്പെടണം, അങ്ങനെയുള്ളതിൽ ഇരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഏജൻസിക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ കോഴ്സ് ഇഷ്ടമാണോ അങ്ങനെയൊന്നും ചിലവർ നോക്കൊന്നുമില്ല. മിക്കവരും അങ്ങനെയൊന്നും നോക്കില്ല. അവരിങ്ങനെ പറയാണ് ഇന്ന കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ചില കുട്ടികൾ ശരി എന്നാൽ പിന്നെ ഈ കോഴ്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് കയറി വരികയാണ്. ഈ കോഴ്സ് എന്താണ്, ഈ കോഴ്സ് പഠിച്ചിട്ട് അതിനുശേഷം നമുക്ക് ജോലി കിട്ടുമോ, സ്കോപ്പുള്ള കോഴ്സാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ പിന്നെ അന്വേഷിക്കാൻ നിൽക്കില്ല. അവർ പറഞ്ഞു ഇവർ ശരി എത്താം എന്ന് പറയണു, നേരെ കോഴ്സ് എടുത്ത് കയറി വരുന്നു. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഈ മാസ്റ്റേഴ്സ് എടുത്ത് വരുന്ന അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് എടുത്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു IT അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ ഫീൽഡിലുള്ള മാസ്റ്റേഴ്സൊക്കെയാണ് എടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം ഇപ്പോൾ IT മേഖലയിലൊക്കെ ഇവിടെ ആൾക്കാരനെ ആവശ്യമുള്ള ഫീൽഡാണ്, ഭയങ്കരമായിട്ട് സ്കോപ്പുള്ള ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ എൻജിനീയറിംഗ് ഫീൽഡിലും ഒരുപാട് ആൾക്കാരനെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്കതിന് ആ മാസ്റ്റേഴ്സ് ഒന്നും എടുത്ത് വരുന്ന ആൾക്കാർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ടെക്നിക്കൽ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരിവിടെ വന്ന് കോഴ്സ് പഠിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ കൂടി പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കതും നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമായിട്ട് വരും. അപ്പോൾ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കുമ്പോൾ നമുക്കറിയാം ഏത് ലെവലിലുള്ള പൊസിഷനാണ് ജോലിയിൽ കിട്ടുക എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ലെവലിൽ അവർ ചിന്തിക്കുമ്പോൾ അവർ ചിലപ്പോൾ B2 ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക, C1 ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ആ ലാംഗ്വേജ് നമുക്ക് വേണ്ടി വരും. പഠിക്കാൻ ചിലപ്പോൾ ആ കോഴ്സിന് ആവശ്യം വന്നില്ലെങ്കിലും അതിനുശേഷം ജോലിയിലേക്ക് കടക്കുമ്പോൾ ബാക്കിയുള്ള ഇവിടുത്തെ നോർമൽ ആൾക്കാരായിട്ടായാലും, നോർമൽ മീൻസ് ഓഫീസിൽ ഉള്ള കാര്യങ്ങളിലായാലും സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ല പൊസിഷനിലായിരിക്കുമല്ലോ അവർ ഉണ്ടായിരിക്കുക. അപ്പം നല്ല ലാംഗ്വേജ് വേണ്ടി വരും. C1 ലെവലൊക്കെ മിക്കതും വേണ്ടി വരും. ഞാനിത് പറയാൻ കാരണം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഇസബലിന് ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ആൾ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ആൾ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് B1 കഴിഞ്ഞിട്ട് ജോബ് അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് അവർ പറഞ്ഞത് C1 ലെവലാണ് ചോദിച്ചത്. അപ്പോൾ ഇവൾ പറഞ്ഞു എനിക്ക് C1 ലെവലില്ല എന്ന് പറഞ്ഞു. അവൾ ഒരുപാട് ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. B1 നല്ല മാർക്കോടാണ് അവൾ പാസ്സായത്. അവളുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല അവളുടെ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കണ പോലൊക്കെ തന്നെയാണ് അവൾ ജർമ്മൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് വരില്ലല്ലോ, പക്ഷെ അവൾ അത്യാവശ്യം നല്ല സ്പീഡിലും നല്ലതായിട്ട് സംസാരിക്കും. B1 വരെയാണ് അവൾ പഠിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തോന്നില്ല. നല്ല ഫ്ലുവൻ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും. പക്ഷേ എന്നിട്ട് പോലും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജോബ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരുപാട് കമ്പനീസ് അവളെ റിജക്റ്റ് ചെയ്തു. ആളിപ്പോൾ ലാംഗ്വേജ് വീണ്ടും B2 ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വരുന്ന കുട്ടികൾ ഇതുപോലെ ജർമ്മൻ വേണ്ടല്ലോ, ജസ്റ്റ് A1 A2 ലെവൽ പാർട്ട് ടൈം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ച് A1 A2 പഠിച്ച് വരുന്നവരുണ്ട്. ഇല്ലാതെ ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ മതി എന്നുള്ള ഇത് വെച്ചിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു IT ഫീൽഡല്ല, ഒരു ടെക്നിക്കൽ ഫീൽഡല്ല, അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ലാംഗ്വേജ് വേണം. അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്ന കുട്ടികളാണ് ജർമ്മനിയിലോട്ട് വരാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു A1 A2 ലെവലെങ്കിലും വരെ പഠിച്ചോ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം എപ്പോഴും പറയണതാണ്, നിങ്ങൾക്കൊരു ധാരണ വേണം. ആ കോഴ്സിനെ കുറിച്ചൊരു ധാരണ വേണം. അല്ലാതെ ഏജൻസിക്കാർ പറഞ്ഞു അല്ലെങ്കിൽ ഇവർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ മാസ്റ്റേഴ്സിനായാലും
ബാച്ചിലേഴ്സിനായാലും എന്തിനായാലും ഇങ്ങോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒരു A1 A2 ലെവലെങ്കിലും ജർമ്മൻ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പഠിക്കാൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾക്കായാലും നിങ്ങൾക്കിപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുന്ന ടൈമിലായാലും നിങ്ങൾക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് അറിയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും, ഒരു മുൻഗണന നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള കുറച്ച് പേര് നമ്മളിത് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇതുപോലെ MSW, അതുപോലെ തന്നെ സോഷ്യൽ റിസോഴ്സ്, അതുപോലെ നമ്മുടെ ടീച്ചിങ് ഫീൽഡ്, ഇങ്ങനത്തെ ഫീൽഡുകാർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം എല്ലാത്തിലും നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കൽ ഫീൽഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലമാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, അവിടെ നിന്ന് ജോബിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരായാലും അല്ല ഇപ്പോൾ സ്റ്റുഡൻസ് വിസയിൽ വരാനിരിക്കുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി കിട്ടും, ഒരു മുൻഗണന കിട്ടും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ലാംഗ്വേജാണ് എല്ലാത്തിനും മേലിൽ നിൽക്കുന്ന ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ചിലവരുടെ ഒരു സംശയമല്ല, അവരുടെ സ്പൗസ് നാട്ടിലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ സ്പൗസിനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്പൗസിന് നല്ലൊരു ജോലി കിട്ടുമോ, അല്ല ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും, വന്നപ്പോൾ തന്നെ ഒരു നല്ല ജോലി കിട്ടിയില്ലെങ്കിലും അതെന്തായാലും കിട്ടും, ലാംഗ്വേജൊക്കെ ആവശ്യമുള്ള ഫീൽഡൊക്കെ വെച്ചാൽ അതൊക്കെ കഴിയുമ്പോൾ കിട്ടും. അല്ലാതെ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ജോലി കിട്ടുമോ, ഇല്ലെങ്കിൽ എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും അതുപോലെ സംശയങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കതിൽ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റും. കാരണം ഞാൻ സ്പൗസ് വിസയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൗസിന് എന്തായാലും ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് എനിക്ക് പഠിക്കാൻ പോകണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പോവാം. ഇല്ലേ ഇപ്പോൾ നമുക്കൊരു ജോലിക്ക് പോകണമെന്ന് തോന്നുകയാണ്, ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് അത്യാവശ്യം ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം, കുഴപ്പമില്ല. ഇവിടെ വന്ന് പഠിക്കണോ ജോലിക്ക് പോകണോ അതിനൊന്നും നമുക്ക് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നുമില്ല, ഫീസില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ഇവിടെ ജർമ്മനിയിലോട്ട് വന്നിട്ടുള്ള സ്പൗസ് വിസയിൽ വന്നിട്ടുള്ള ഒരുപാട് പേരാണ് നമുക്കറിയാം. അപ്പോൾ അവരിൽ കുറേ പേര് നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, കെയർ ഗീവേഴ്സായിട്ട് പോകുന്നവരുണ്ട്, ഷോപ്പിൽ നിൽക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, പഠിക്കാൻ പോകുന്നവരെ തന്നെ അറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് പറയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് തിരിയാൻ പറ്റും. ഇപ്പോൾ ഈ അത്യാവശ്യം ഇപ്പോൾ ഈ കെയർ ഗീവേഴ്സായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടോ ഒക്കെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അത് കാരണം അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് ലാംഗ്വേജ് പഠിക്കുക. ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും, ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ഇതെന്ന് പറയുന്നത് ലാംഗ്വേജാണ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും തിരിയാം എന്നുള്ളതാണ് ശരിക്കുള്ള സത്യം. പിന്നെ അടുത്തതായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്നുള്ളത്. ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻസിന് അക്കോമഡേഷൻ കൊടുക്കാൻ, വീടൊക്കെ കൊടുക്കാൻ ചിലവർ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതും ചോദിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഉക്രൈൻ റഷ്യ വാറിനൊക്കെ ശേഷം ഒരുപാട് റെഫ്യൂജികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കൊക്കെ എന്തായാലും ഗവൺമെൻറ് വീട് കൊടുക്കാതിരിക്കില്ല, അവർക്കൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അവർക്ക് എന്തായാലും വീട് കൊടുക്കും. അതിന് ശേഷമാണ് ഇപ്പോൾ നമുക്കൊക്കെ വീട് അന്വേഷിക്കുമ്പോൾ കിട്ടണുള്ളൂ. അപ്പോൾ അതിലൊരു കാരണം കൂടി ഉണ്ട്. ഇന്ത്യൻസ് ആണെന്ന് അറിയുമ്പോൾ ചിലവർ വീട് കൊടുക്കാനൊരു ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ഓണർ ഇതുപോലെ ഒരു വീട് ഇങ്ങനെ വാടകയ്ക്ക് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, നമുക്കറിയാവുന്ന കുറച്ച് പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫാമിലി ആകുമ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓണർ പറഞ്ഞു, ഞങ്ങളുടെ ഓണറുടെ ഫ്രണ്ടിൻ്റെ ഹൗസാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യൻ ഫാമിലി ആണെങ്കിൽ കുഴപ്പമില്ല, സ്റ്റുഡൻസ് ആകുമ്പോൾ കുറച്ച് ആൾക്ക് താല്പര്യമില്ല എന്നാണ് പറയണത് സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ ആൾ മാത്രമല്ല, പല സ്റ്റുഡൻസും നമ്മളോട് ഇവിടെ ഇരിക്കുന്നവർ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ സ്റ്റുഡൻസ് വീട് അന്വേഷിച്ച് പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞതാട്ടോ. ഇപ്പോൾ ഈ സ്റ്റുഡൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അതുപോലെ ചിലവർ പാർട്ട് ടൈമിന് പോണ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ വന്നിട്ട് കുക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും അതുപോലെ വാഷിംഗ് മെഷീനും അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ഒച്ചയല്ലേ. ഭയങ്കര ഒച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അത്രയ്ക്കൊന്നും ഒച്ചയില്ലാന്ന്, പക്ഷെ അതിങ്ങനെ ഒരു കടകടകടാന്നുള്ള സൗണ്ട് ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റൂമിലേക്ക് നമുക്ക് കേൾക്കും.
അതിവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു ടൈം ഉണ്ട്, ഒരു റുഹേ സൈറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് സൈലൻറ്റ് ടൈം ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ സൈലൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് അത്രയ്ക്കും എന്താ പറയുക, ഒരു ചെറിയൊരു കാര്യത്തിന് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണ നെയ്ബേഴ്സൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് മെയിനായിട്ട് കുറച്ച് വയസ്സായ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് തീരെയും ഇഷ്ടാവില്ല, അവർ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ മസാലയുടെയൊക്കെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ കംപ്ലയിൻ്റൊക്കെ നേരെ പോണത് ഈ ഓണർക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റുകളൊക്കെ വരുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, ഈ സ്റ്റുഡൻസ് വരും, അവരുടെ ഫ്രണ്ട്സ് വരും. സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഫ്രണ്ട്സ് വരും. ഈ പാട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഭയങ്കര സൗണ്ടൊക്കെ ആകുമ്പോൾ മറ്റുള്ള നെയ്ബേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ എപ്പോഴും വിസിറ്റേഴ്സ് മീൻസ് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ എപ്പോഴും വരിക പോവുക, വൈകുന്നേരങ്ങളിലൊക്കെ നേരം വരിക പോവുക, അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ സൗണ്ട് മെയിനായിട്ട് ഇങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ നെയ്ബേഴ്സിന് ശല്യമാകുമ്പോൾ അവരാണ് നമ്മുടെ ഓണറുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സ്റ്റുഡൻസ് ആണെന്ന് അറിയുമ്പോൾ, അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളീസ് ഒന്നും ആയിരിക്കണം എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ചെയ്ത കാര്യമായിരിക്കും. പക്ഷെ അത് മൊത്തം വരുന്നത് ഇന്ത്യൻസിന് മൊത്തം അവരിങ്ങനെ ആക്ഷേപിക്കണ പോലെയാണ് പറയുക, ഇന്ത്യൻസ് ആണോ എന്ന വീടില്ല. ഞങ്ങൾക്ക് അങ്ങനെ 2-3 വീടൊക്കെ റിജക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പോയ സമയത്ത് ഇതുപോലെ വീടൊക്കെ നോക്കാൻ പോണ സമയത്ത് നമ്മൾ പോയി നോക്കിയപ്പോൾ നമ്മൾ ഇന്ത്യൻസാന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഇന്ത്യൻസിന് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളല്ലെങ്കിൽ കൂടി നമ്മൾക്ക് വീടും ഇതുപോലെ കിട്ടാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾക്കും വിഷമാവും. അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടെന്നല്ല പറയണേ, ചിലവർക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ UK ഒരുപാട് മലയാളീസൊക്കെ പോയി, അതുപോലെ ഒരുപാട് ഇന്ത്യൻസായി, അതുപോലെ UK ഒക്കെ ഭയങ്കര ഡൗൺ ആയി പോയി, അതുപോലെ ജർമ്മനിയും അതുപോലത്തെ ഒരു സ്ഥിതിയിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 പേര് പിന്നെ ഭയങ്കര സാധനങ്ങളുടെ എല്ലാം വില കൂടി. അപ്പോൾ അതുകൊണ്ട് 2 പേര് വർക്ക് ചെയ്താൽ പോലും ഇവിടെ നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടണില്ല എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയണത്, അങ്ങനെ നമുക്കറിയുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയണേന്ന് പറഞ്ഞു. സാധനങ്ങളുടെ വിലയൊക്കെ ഇപ്പോൾ ഈ യുദ്ധവും ഇതൊക്കെ ആയതുകൊണ്ടൊക്കെ നമുക്ക് വിലയൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. പക്ഷേ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഒരു നല്ല രീതിക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഇവിടെ എന്തായാലും ഉണ്ട്. 2 പേര് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ട്. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വർക്ക് ചെയ്യാലും അത്യാവശ്യം നല്ല സാലറി ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ടെല്ലാം കാര്യങ്ങൾ പോവും. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടേക്ക് കിട്ടുന്ന നിങ്ങളുടെ ഒരു അവസരം നിങ്ങൾ കളയരുത്. കാരണം ഇപ്പോൾ അവർ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ ജീവിക്കുക. അപ്പോൾ അതൊക്കെ സേവിങ്സ് ഉണ്ടാവോ ഇല്ലേ, 2 പേര് ജോലിക്ക് പോയിട്ടും സേവിങ്സ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ട് നിങ്ങൾ വരാണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര മണ്ടത്തരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരിക. ഇവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളിവിടെ വന്നിട്ടായാലും നിങ്ങളിവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുമല്ലോ ഉള്ളതാണോ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജ് ആണ് മെയിനായിട്ട് വേണ്ടത്. എല്ലാ കേസിലും വേണ്ടത് ലാംഗ്വേജാണ്. അപ്പോൾ ലാംഗ്വേജ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ്, നല്ല ടൈമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ അവസരം ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.